ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിൽ നിരവധി ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ ചില ലെറ്ററുകൾ, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചില ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെയുള്ള ചെറിയൊരു സെറ്റിംഗ്സ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചെറിയ ലെറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഫോട്ടോസ് ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമാണെന്ന് പറഞ്ഞിരുന്നു. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം ഇവർക്ക് ഈ ഒരു ഓപ്ഷൻ അറിയില്ല എങ്കിൽ അവർക്കൊരു ഉപകാരമല്ലേ. ഇനി അഥവാ നിങ്ങൾക്ക് അത് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയാത്തവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നിരവധി ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ സ്ക്രീൻ ഒന്ന് നമുക്ക് സൂം ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് സൂം ആവുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഗാലറി ഓപ്പൺ ചെയ്ത് നമുക്ക് സൂം ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കുറെ ഇമേജസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ നമുക്ക് മോഹൻലാലിന്റെ ഒരു ഇമേജ് ഉണ്ട്. നമുക്ക് മാക്സിമം സൂം ആക്കാൻ പറ്റുന്ന ഒരു സൈസിലേക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഒരു ആപ്ലിക്കേഷന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് ശരിക്ക്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്കൊന്ന് സൂം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ഓപ്ഷനിൽ നമുക്കൊന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെർച്ചിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മാഗ്നിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. MAGNIFICATION മാഗ്നിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാഗ്നിഫിക്കേഷൻ ഇവിടെ വരുന്നത് ഡിസ്പ്ലേയിലാണ് ഇത് വരുന്നത്. അത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷോർട്ട് കട്ട് ഇവിടെ കാണിക്കും. അത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ബാർ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൺ ആക്കി കൊടുക്കുക. അങ്ങനെ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷന്റെ ഒരു ലോഗോ ഉണ്ട്, കണ്ടില്ലേ, ഒരു ബട്ടൺ വരുന്നുണ്ട്. അത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്ന 2-3 ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അത് ഷോർട്ട് കട്ട് ആയിട്ട് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ വോളിയം കീ അപ്പ് ചെയ്യണോ എന്നുള്ളത്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ട്രിപ്പിൾ ടാപ്പ് കൊടുക്കുക. 3 പ്രാവശ്യം നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന രീതിയിൽ വേണോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആക്സസിബിലിറ്റി ബട്ടൺ തന്നെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വേണോ എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഇതിൽ ഏറ്റവും മേലുള്ള ആ ഒരു ഓപ്ഷൻ ഞാനൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ആ ഒരു പ്ലസ് ബട്ടൺ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഫോട്ടോസിൽ നമ്മളൊന്ന് പോയി നോക്കാം. ഫോട്ടോസിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഹൻലാലിന്റെ ഫോട്ടോ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ആ ഒരു ബട്ടൺ ഇവിടെ കാണുന്നുണ്ട്, സൂം ചെയ്യാനുള്ള ബട്ടൺ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സൂം ചെയ്യാൻ വേണ്ടി ഇവിടെ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ ആ മോഹൻലാലിന്റെ ആ ഒരു ഫോട്ടോ ഒന്ന് ഞാൻ എടുത്ത് ജസ്റ്റ് നമുക്ക് സൂം ചെയ്യാൻ നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ രീതിയിലാണ് വരുന്നത്. നമുക്ക് നല്ല പോലെ തന്നെ നമുക്കത് നല്ല സൈസിൽ സൂം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഓരോ ഫീച്ചേഴ്സും നമുക്കത് നല്ല ക്ലിക്ക് ചെയ്ത് സൂം ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല പോലെ നമുക്ക് സൂം ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെ അതിന്റെ സെറ്റിംഗ്സ് കാണിക്കുന്നുണ്ട്. സെറ്റിംഗ്സിന്റെ ഒരു ഗിയർ ഐക്കൺ, ആ ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് സൂമിങ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ സ്ക്രീൻ സൈസിലേക്ക് മാഗ്നിഫിക്കേഷൻ സൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൈസ് കാണിക്കുന്നത് ഏറ്റവും മുകളിൽ, അതിൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ആയിട്ടൊക്കെ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. കാരണം നമുക്ക് ചെറിയ ചെറിയ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് വളരെ സൂം ചെയ്തിട്ട് നമുക്ക് വായിച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഇതിന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ജസ്റ്റ് സെർച്ചിൽ പോയിട്ട് മാഗ്നിഫിക്കേഷൻ കൊടുക്കുക. നമുക്ക് ഇവിടെ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് മെനു ഉണ്ടല്ലോ, അതിലൊന്ന് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വളരെ യൂസ്ഫുൾ ആണ്. പല കാര്യങ്ങൾക്കും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ